അമേരിക്കൻ വിദേശ നയത്തിലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും വീണ്ടും വൻ നയതന്ത്ര കൊടുങ്കാറ്റുകൾ ഉയർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിർണായക വഴിത്തിരിവുകൾ സംഭവിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രമുഖ അമേരിക്കൻ വാർത്താ ചാനലായ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടെയുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളാണ് നിലവിലെ ഭൗമരാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയം. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തത്സമയ സംപ്രേഷണത്തിനിടെ ചാനൽ അവതാരകൻ പരസ്യമായി തിരുത്തുകയായിരുന്നു. തങ്ങളുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്നും ട്രംപിന്റെ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് അവതാരകൻ ഓർമ്മിപ്പിച്ചു. പ്രസിഡന്റ് ട്രംപിന് വലിയ നയതന്ത്ര തിരിച്ചടിയും കടുത്ത അസ്വസ്ഥതയും ഉണ്ടാക്കിയ ഒരു മുഹൂർത്തമായിരുന്നു അത്. താൻ ഉന്നയിച്ച വാദങ്ങൾ തത്സമയം തന്നെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് ട്രംപിനെ പ്രതിരോധത്തിലാക്കി. എന്നാൽ ഇതിനു മറുപടിയായി തന്റെ പ്രസ്താവനയുടെ ശൈലി പെട്ടെന്ന് മാറ്റുകയാണ് ട്രംപ് ചെയ്തത്. തങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ നിരസിക്കുകയാണെങ്കിൽ രാജ്യത്തിനെതിരെ ശക്തമായ സൈനിക നടപടികളും യുദ്ധവും പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ട്രംപ് പരസ്യമായി ഭീഷണി മുഴക്കി. ഒരു വശത്ത് സമാധാന ചർച്ചകളുടെ ചിത്രം നൽകാൻ ശ്രമിക്കുകയും മറുവശത്ത് അത് പരാജയപ്പെടുമ്പോൾ പെട്ടെന്ന് കടുത്ത സൈനിക ഭീഷണിയിലേക്ക് കടക്കുകയും ചെയ്യുന്ന അമേരിക്കൻ നയതന്ത്രത്തിന്റെ ചാഞ്ചാട്ടം ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ നിർണായകവും സംഘർഷഭരിതവുമായ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ അടിയന്തര സന്ദർശനത്തിനായി എത്തിച്ചേർന്നത്. വാഷിംഗ്ടണിലെത്തിയ നെതന്യാഹു വൈറ്റ് ഹൌസിലും ഉയർന്ന സൈനിക മേധാവികളുമായും ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തും. അതീവ തന്ത്രപ്രധാനവും നിർണായകവുമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് നെതന്യാഹുവിന്റെ ഈ US സന്ദർശനം. ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ പുതിയ രീതിയിലുള്ള വൻ സൈനിക ആക്രമണങ്ങൾക്ക് തുടക്കമിടാൻ ട്രംപ് ഭരണകൂടത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യമെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇറാനിയൻ ആണവ നിലയങ്ങളെയും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് വീണ്ടും അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടണമെന്ന് ഇസ്രയേൽ കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. നെതന്യാഹുവിന്റെ സന്ദർശനം ഇതിന് വേഗം കൂട്ടുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നയതന്ത്ര ചർച്ചകൾ കൊണ്ട് സാധിക്കില്ലെന്നും കടുത്ത സൈനിക നടപടി മാത്രമാണ് പരിഹാരമെന്നും ഇസ്രയേൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ നിലപാട് ട്രംപിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. ഫോക്സ് ന്യൂസിലെ തിരിച്ചടിയെ തുടർന്ന് ഇറാന് നേരെ ട്രംപ് കടുപ്പിച്ച നിലപാട് സ്വീകരിച്ചത് ഇസ്രയേലിന് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ എളുപ്പമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം പാശ്ചാത്യ ശക്തികളുടെയും അമേരിക്കയുടെയും ഏതു ഭീഷണിയെയും നേരിടാൻ സജ്ജമാണ് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. തങ്ങളുടെ പരമാധികാരത്തിനു മേൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ ഇസ്രയേൽ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധ സാഹചര്യം ഉടലെടുക്കുന്നത് ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണ വിപണിയെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവങ്ങൾ വലിയ തരംഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. ട്രംപിന്റെ വിദേശ നയത്തിലെ വ്യക്തതയില്ലായ്മയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന അവകാശവാദങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നെങ്കിലും അവയെല്ലാം ഇറാൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. അമേരിക്കയുടെ ഉപരോധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു ചർച്ചയ്ക്കുമില്ലെന്നാണ് ഇറാന്റെ നിലപാട്. മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന മറ്റ് പ്രാദേശിക രാജ്യങ്ങൾക്കും ഈ പുതിയ സംഭവങ്ങൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നയതന്ത്രത്തിന്റെ വഴികൾ പൂർണ്ണമായി അടയുന്നത് യുദ്ധസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഒരു സംയുക്ത സൈനിക നീക്കത്തിന് പദ്ധതിയിടുകയാണെങ്കിൽ അത് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും സംഘർഷം പടരാൻ കാരണമാകും. വാഷിംഗ്ടണിൽ നടക്കുന്ന നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇറാന് മേൽ പുതിയ വ്യോമാക്രമണങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമോ അതോ കടുത്ത ഉപരോധങ്ങളിലേക്ക് ചുരുങ്ങുമോ എന്നത് വ്യക്തമല്ല. അമേരിക്കയുടെ സൈനിക പിന്തുണയോടെ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ പ്രഹരമേൽപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ശക്തമായ മിസൈൽ ശേഖരവും പ്രാദേശിക സഖ്യസേനകളുടെ പിന്തുണയുള്ള ഇറാനെ നേരിടുന്നത് അമേരിക്കയ്ക്കും വലിയ സൈനിക സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവെക്കും. അമേരിക്കൻ മാധ്യമങ്ങളിലെ നാണം കെട്ട തിരിച്ചടിയും നെതന്യാഹുവിന്റെ വാഷിംഗ്ടൺ സന്ദർശനവും ചേരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും അപകടകരമായ ഒരു യുദ്ധമുനമ്പിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാക്കുന്നു.
വരും ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നയപരമായ തീരുമാനങ്ങളാകും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെയും ആഗോള സമാധാനത്തിന്റെയും ഭാവി നിർണ്ണയിക്കുക.